അതെ, അവരും പാചകക്കാരി മിസ്സിസ് കിങ്ങും. അവരിപ്പോൾ എവിടെ? അടുക്കളയിൽ കാണും. എങ്കിൽ അവരുടെ കഥ തന്നെ നമുക്ക് ആദ്യം കേൾക്കണം. ഓക്കുപലകൾ ചുറ്റും പിടിപ്പിച്ച് ഉയർന്ന ജാലകങ്ങളോട് കൂടിയ ആ പഴയ ഹാൾ ഒരു അന്വേഷണ കോടതിയായി രൂപാന്തരപ്പെട്ടു. പുരാതനമായ ഒരു കസേരയിൽ ഹോംസ് ഇരുന്നു. പ്രകാശപൂർണങ്ങളായി ആ കണ്ണുകൾ. തനിക്ക് രക്ഷിക്കാനാകാതെ പോയ കക്ഷിക്ക് വേണ്ടി കുറ്റവാളിയെ കണ്ടെത്തി പ്രതികാരം ചെയ്യുമെന്ന ദൃഢനിശ്ചയമാണ് ആ കണ്ണുകളിൽ സ്ഫുരിച്ചത്. വിചിത്രമായ ആ സംഘത്തിൽ പിന്നെയുണ്ടായിരുന്നത് ചൊടിയൻ ഇൻസ്പെക്ടർ മാർട്ടിൻ, വൃദ്ധനായ ഡോക്ടർ, ഞാൻ, പിന്നെ നാട്ടിൻപുറത്തെ ആ പോലീസുകാരനും. സ്ത്രീകൾ രണ്ടുപേരും ഉണ്ടായ സംഭവം വ്യക്തമായി തന്നെ വിവരിച്ചു. 1 മിനിറ്റ് ഇടവിട്ട് ഒന്നിനു പിന്നാലെ ഒന്നായി ഉണ്ടായ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടാണ് അവർ ഞെട്ടിയുണർന്നത്. തൊട്ടടുത്ത മുറികളിലാണ് അവ കിടന്നിരുന്നത്. ശബ്ദം കേട്ടയുടൻ കിങ് സോണ്ടേഴ്സിൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. അവിടെ നിന്നും അവർ രണ്ടുപേരും കൂടി താഴത്തെ നിലയിലേക്കും. താഴെ മുറിയുടെ വാതിൽ തുറന്നു തന്നെ കിടന്നിരുന്നു. മേശപ്പുറത്ത് കത്തി നിന്നിരുന്ന മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഹിൽട്ടൺ ക്യൂബിറ്റ് മരണപ്പെട്ട നിലത്ത് മുറിയുടെ മധ്യഭാഗത്ത് തന്നെ കിടക്കുന്ന കാഴ്ച അവർ കണ്ടു. ജനാലയുടെ അടുത്തായി മരണപാരവശ്യത്തോടെ ചുവരിലേക്ക് തല താങ്ങി കിടക്കുന്ന എൽസിയെയും അവർ കണ്ടു. അവർക്കേറ്റ മുറിവാകട്ടെ തീർത്തും മാരകമായിരുന്നു. മുഖമാസകലം രക്തം പുരണ്ട് ചുവന്ന നിറമായി കഴിഞ്ഞു. ബന്ധപ്പെട്ട് ശ്വാസം കഴിക്കുന്നതല്ലാതെ നാക്കെടുത്ത് എന്തെങ്കിലും ഉരിയാടാൻ കഴിയുന്നതായിരുന്നില്ല അവരുടെ അപ്പോഴത്തെ അവസ്ഥ. മുറിയിലും വരാന്തയിലും ആകെ വെടിമരുന്നിൻ്റെ മണവും പുകയും നിറഞ്ഞിരുന്നു. ജനാല അകത്തുനിന്ന് പൂട്ടി കുറ്റിയിട്ടിരുന്നു. അക്കാര്യത്തിൽ 2 സ്ത്രീകൾക്ക് നല്ല ഉറപ്പുണ്ട്. എത്രയും വേഗം ഡോക്ടർക്കും പോലീസിനും അവർ ആളയച്ചു. പിന്നെ ലായ സൂക്ഷിപ്പുകാരൻ്റെ സഹായത്തോടെ എൽസിയെ മുറിയിലെത്തിച്ചു. ക്യൂബിറ്റും ഭാര്യയും ഉറങ്ങാൻ കിടന്നിരുന്നു എന്നത് വ്യക്തമാണ്. 2 പേരും നിശാകാല വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. പഠനമുറിയിൽ യാതൊന്നും അനക്കിയിട്ടില്ല. ഒരിക്കൽ പോലും അവർ തമ്മിൽ ശണ്ട കൂടിയതായി ആ സ്ത്രീകൾ ഓർമ്മിക്കുന്നില്ല. അത്രയ്ക്ക് ദൃഢതരമായിരുന്നു അവരുടെ ആത്മബന്ധം. വീട്ടുജോലിക്കാരുടെ മൊഴിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ വസ്തുതകൾ ഇവയായിരുന്നു. എല്ലാ വാതിലുകളും അകത്തുനിന്ന് പൂട്ടിയിരുന്നതായും അകത്ത് ആരും കടന്നിരിക്കാൻ ഇടയില്ലെന്നും അവർ ഇൻസ്പെക്ടറുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. മുകളിലത്തെ നിലയിൽ അവരുടെ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ഉടൻ വെടിമരുന്നിൻ്റെ ഗന്ധം തങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നുവെന്ന് അവർ ഹോംസിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഹോംസ് ഇൻസ്പെക്ടറെ ഓർമ്മിപ്പിച്ചു. ഇത്രയും വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇനി നമുക്ക് മുറിയൊന്ന് വിശദമായി പരിശോധിക്കാം. 3 വശവും പുസ്തകങ്ങൾ അടുക്കിയ ഷെൽഫുകളോടുകൂടിയ ഒരു മുറി. പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്ന ജനലിന് അഭിമുഖമായി ഒരു എഴുത്തുമേശ. വെടിയേറ്റ് മുറിയിൽ നെടുക വീണ് കിടക്കുന്ന ക്യൂബിറ്റിനെയാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത്. വസ്ത്രങ്ങളുടെ ക്രമക്കേടിൽ നിന്നും അദ്ദേഹം ഉറക്കത്തിൽ പെട്ടെന്ന് ഉണർന്നതാണെന്ന് വ്യക്തം. നേർക്കുനേരെ നിന്നേറ്റ വെടി ചെന്ന് കൊണ്ടതോ നെഞ്ചിൽ തന്നെയും. മരണം തൽക്ഷണവും വേദനാരഹിതവുമായിരുന്നിരിക്കണം. വെടിമരുന്നിൻ്റെ പാടുകൾ അദ്ദേഹത്തിൻ്റെ ഗൗണിലോ കയ്യിലോ കാണപ്പെട്ടില്ല. സ്ത്രീയുടെ മുഖത്ത് വെടിമരുന്നിൻ്റെ അടയാളങ്ങൾ കണ്ടിരുന്നെങ്കിലും കൈകൾ ശുദ്ധമായിരുന്നതായി ഡോക്ടർ പറഞ്ഞു. പൊടിയുടെ അസാന്നിധ്യം ഒന്നും വ്യക്തമാക്കുന്നില്ല. എന്നാൽ പൊടി കണ്ടിരുന്നെങ്കിലോ നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു, ഹോംസ് പറഞ്ഞു. തിര നന്നായി നിറയ്ക്കുകയാണെങ്കിൽ യാതൊരു അടയാളങ്ങളും അവശേഷിപ്പിക്കാതെ എത്ര നിറ വേണമെങ്കിലും ഒഴിക്കാം. ക്യൂബിറ്റിൻ്റെ ശരീരം ഇനി ഏതായാലും നീക്കം ചെയ്യാം. സ്ത്രീയുടെ ശരീരത്തിൽ കയറിയ വെടിയുണ്ട കണ്ടെടുത്തോ ഡോക്ടർ? അതിന് കാര്യമായൊരു ശസ്ത്രക്രിയ വേണ്ടിവരും. എന്നാൽ റിവോൾവറിൽ ഇനിയും 4 തിര ബാക്കിയുണ്ട്. 2 ഉണ്ടകളെ പൊട്ടിയിട്ടുള്ളൂ. 2 മുറിവുകളുമുണ്ട്. അപ്പോൾ ഡോക്ടറുടെ സംസാരം തടഞ്ഞുകൊണ്ട് ഹോംസ് ചോദിച്ചു. അപ്പോൾ ജനൽപ്പടിയിൽ തറച്ചിരിക്കുന്ന 3ാമത്തെ വെടിയുണ്ട എവിടെ നിന്ന് വന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത്? എതിരെ ജനലിൻ്റെ താഴെ ചട്ടത്തിൽ ഒരു ഉണ്ട തുളഞ്ഞു കയറിയിരിക്കുന്നത് ഹോംസ് അവർക്ക് കാണിച്ചു കൊടുത്തു. ഇൻസ്പെക്ടർ അന്തം വിട്ടിരുന്നു പോയി. എങ്ങനെ താങ്കളത് കണ്ടു? അയാൾ ചോദിച്ചു. നോക്കിയതുകൊണ്ട്. ഇതായിരുന്നു ഹോംസിൻ്റെ ഉത്തരം. വണ്ടർഫുൾ. ഡോക്ടർക്കും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. 3ാമതായി ഒരു നിറ കൂടി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ 3ാമൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ ആരായിരുന്നു ആ 3ാമൻ? അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? അതാണ് അറിയേണ്ട സംഗതി, ഹോംസ് പറഞ്ഞു. വെടിവെച്ച് കേട്ട് സ്ത്രീകൾ 2 പേരും മുകളിൽ നിന്ന് ഓടിയിറങ്ങി വരുമ്പോൾ അവിടെ മാകെ വെടിമരുന്നിൻ്റെ മണം പരന്നിരുന്നതായി പറയുന്നുണ്ട് ഇൻസ്പെക്ടർ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഉവ്. പക്ഷേ എനിക്കതത്ര മനസ്സിലായില്ല. അതിൻ്റെ അർത്ഥം നിറയൊഴിക്കപ്പെടുന്ന നേരത്ത് വാതിലും ജനലും തുറന്നിരിക്കുമായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ ആ ഗന്ധം അത്ര വേഗം വീട് മുഴുവൻ പരക്കില്ലായിരുന്നു. വായുപ്രവാഹം ഉണ്ടായിരുന്നിരിക്കണം. അതേസമയം വാതിലും ജനലും അല്പനേരത്തേക്ക് മാത്രമേ തുറന്നിട്ടുള്ളൂ. അതെങ്ങനെ മനസ്സിലായി? മെഴുകുതിരി അണഞ്ഞിട്ടില്ലായിരുന്നു. അപാരം, അപാരം, ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു. കൃത്യം നടക്കുന്ന സമയം ജനാല തുറന്നിട്ടുണ്ടെങ്കിൽ 3ാമതൊരാൾ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അയാൾ ജനാലയ്ക്ക് പുറത്തു നിന്നാണ് നിറയൊഴിച്ചതെന്നും അനുമാനിക്കാവുന്നതാണ്. മുറിക്കകത്തേക്കുള്ള വെടി
ചിലപ്പോൾ ജനൽപ്പടിയിലും കൊണ്ടുകൂടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെയൊന്ന് നോക്കിയത്. പ്രതീക്ഷിച്ചത് കാണുകയും ചെയ്തു. പക്ഷേ ജനാല അകത്തു നിന്നാണല്ലോ അടച്ചിരിക്കുന്നത്. ആക്രമണം ഉണ്ടായപ്പോൾ ഉടൻ ജനാല അടച്ച് പൂട്ടാനായിരിക്കണം സ്ത്രീ ശ്രമിച്ചത്. അല്ല, ഇതെന്താണ്? മേശപ്പുറത്ത് ഒരു ലേഡീസ് ഹാൻഡ് ബാഗ് ഇരിക്കുന്നു. മുതലത്തോൽ കൊണ്ട് വെള്ളിക്കെട്ടുകളോടെ നിർമ്മിച്ച ഒരു ഹാൻഡ് ബാഗ്. ഹോംസ് അത് തുറന്ന് അകത്തുള്ളതെല്ലാം പുറത്തെടുത്തു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ 50 പൗണ്ട് കറൻസി നോട്ടുകൾ 20 എണ്ണം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിരിക്കുന്നു. ബാഗിൽ മറ്റൊന്നുമില്ല. ഇത് സൂക്ഷിക്കുക, വിചാരണയിൽ ചിലപ്പോൾ ഇത് പൊന്തി വന്നേക്കും. നോട്ടുകെട്ട് ബാഗിലേക്കിട്ട് ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഇനി ഈ മൂന്നാമത്തെ വെടിയുണ്ടയെക്കുറിച്ച് നാം കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ലക്ഷണം കണ്ടിട്ട് മുറിക്കകത്തു നിന്ന് നിറയൊഴിച്ചതുപോലെയും തോന്നുന്നുണ്ട്. എന്തായാലും മിസ്സിസ് കിങ്ങിനെ ഒന്നുകൂടി കാണട്ടെ. മിസ്സിസ് കിങ് വലിയൊരു പൊട്ടിത്തെറി കേട്ട് ഞെട്ടിയുണ്ടെന്നോ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് രണ്ടാമത്തതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിലായിരുന്നോ എന്ന് പറയാമോ? ഉച്ചത്തിലുള്ള വെടിശബ്ദം കേട്ട് ഞാൻ ഉണരുകയായിരുന്നു. ഏത് വെടിക്കായിരുന്നു കൂടുതൽ ശബ്ദമെന്ന് ഇപ്പോൾ പറയുക പ്രയാസം. 2 വെടിയും ഒപ്പമാണ് പൊട്ടിയെന്ന് തോന്നുന്നുണ്ടോ? തീർത്ത് പറയാൻ വയ്യ. എന്നാൽ എനിക്കതിൽ സംശയമില്ല ഇൻസ്പെക്ടർ. ഇനി ഈ മുറിയിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. പുറത്തേക്കിറങ്ങി വല്ല തെളിവും കിട്ടുമോ എന്ന് നോക്കാം. പഠനമുറിയുടെ ജനാലയോളം നീണ്ടു കിടക്കുന്ന ഒരു പുഷ്പതലം. വിടർന്ന കണ്ണുകളോടെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പൂക്കൾ ചവിട്ടി അരയ്ക്കപ്പെട്ടിരിക്കുന്നു. ചൊരിമണലിൽ നിറയെ സുവ്യക്തമായ കാൽപ്പാടുകൾ. ഏതോ പുരുഷൻ്റെ നീണ്ടുകൂർത്ത കാൽപ്പാടുകൾ. വെടിയേറ്റ് വീണ പക്ഷിയെ തിരക്കുന്ന വേട്ടക്കാരനെ പോലെ ഹോംസ് പുൽപ്പടർപ്പുകൾക്കിടയിൽ പരതി നടന്നു. പിന്നെ കാണേണ്ടത് കണ്ടെത്തിയ സംതൃപ്തിയുടെ അട്ടഹാസത്തോടെ ഇലക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഹോംസ് ഒരു അരിമ്പ് കണ്ടെടുത്തു. അതെ, ഞാൻ കരുതിയതുപോലെ തന്നെ. റിവോൾവറിന് ഇജക്ടർ ഉണ്ടായിരുന്നു. ഇതാ മൂന്നാമത്തെ തിര. ഇൻസ്പെക്ടർ, ഇപ്പോൾ നമ്മുടെ കേസ് അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. സംഭവഗതികൾ അതിവേഗം ഇത്രയും പുരോഗമിച്ചതിൽ ഇൻസ്പെക്ടർ മാർട്ടിന് അതിയായ സന്തോഷം തോന്നി. ഹോംസിൻ്റെ നീക്കങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ ആദ്യം അത്ര ഇഷ്ടം തോന്നിയില്ലെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണ പാഠവും യുക്തിവിചാര കൗശലവും ഇൻസ്പെക്ടറെ വല്ലാതെ സ്വാധീനിച്ചു കളഞ്ഞു. ഇപ്പോൾ യാതൊരു ചോദ്യവും കൂടാതെ ഹോംസിനെ പിന്തുടരാൻ അയാൾ തയ്യാറാണ്. ആരെയാണ് താങ്കൾ സംശയിക്കുന്നത്? ഇൻസ്പെക്ടർ ചോദിച്ചു. അത് ഞാൻ പറയാം. അതിനു മുമ്പായി ഞാൻ താങ്കളെ ഇതുവരെ അറിയിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇത്രയും ആയ സ്ഥിതിക്ക് എൻ്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തരാം. താങ്കളുടെ ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് ആളെ കിട്ടണമെന്നേ ഉള്ളൂ. രഹസ്യങ്ങൾ വളർത്താനല്ല ഞാൻ ശ്രമിക്കുന്നത്. ദീർഘവും സങ്കീർണവുമായ വിശദീകരണങ്ങൾ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. സംഭവത്തിൻ്റെ ചരടുകളെല്ലാം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ആ സ്ത്രീക്ക് ഇനി അഥവാ ഒരിക്കലും ബോധം വീഴുകയില്ലെങ്കിൽ തന്നെയും കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ കൂട്ടിയിണക്കി കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാൻ എനിക്ക് കഴിയും. എൽറിജസ് എന്ന പേരിൽ ഈ പരിസരത്തെങ്ങാനൊരു സത്രമുണ്ടോ എന്നാണ് എനിക്കിനി അറിയേണ്ടത്. ജോലിക്കാർക്ക് അങ്ങനെ ഒന്നിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്നാൽ ഈസ്റ്റ് റെസ്റ്റണിലേക്കുള്ള മാർഗത്തിൽ ഏതാനും മൈൽ അകലെ എൽറിജ് എന്ന പേരിൽ ഒരു കർഷകനുണ്ടെന്ന് ലയൻ സൂക്ഷിപ്പുകാരൻ ഓർത്തു. അതൊരു ഒഴിഞ്ഞ കൃഷിയിടമാണോ? അതെ സാർ. എങ്കിൽ ഇവിടെ രാത്രി സംഭവിച്ചൊന്നും അവിടെ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ശരിയാണ്. ഹോംസ് ഒരു നിമിഷം എന്തോ ആലോചിച്ചു. വിചിത്രമായൊരു ചിരി ആ മുഖത്ത് പരന്നു. ഒരു കുതിരയെ തയ്യാറാക്കു കൂട്ടി, ഹോംസ് പറഞ്ഞു. എൽറിജസ് ഫാമിലേക്ക് ഞാനൊരു കുറിപ്പ് തന്നയക്കാം. പോക്കറ്റിലുണ്ടായിരുന്ന ഗൂഢചിത്ര രൂപങ്ങൾ ഹോംസ് എടുത്ത് നിവർത്തി മേശപ്പുറത്ത് വെച്ചു. അതിൽ തന്നെ കൂലങ്കഷമായ ശ്രദ്ധയോടെ ഒട്ടുനേരം നോക്കിയിരുന്നതിന് ശേഷം ഒരു കുറിപ്പ് തയ്യാറാക്കി കുതിരക്കാരനെ ഏൽപ്പിച്ചു. അത് ആരെ ഏൽപ്പിക്കണമെന്നും മറ്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകരുതെന്നും ഹോംസ് അയാൾക്ക് നിർദ്ദേശം നൽകി. കത്തിന് പുറത്ത് മേൽവിലാസം എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പതിവുള്ള സുവ്യക്തമായ കൈയക്ഷരത്തിന് പകരം അലക്ഷ്യമായ കുത്തിക്കുറിച്ച അക്ഷരങ്ങൾ. മേൽവിലാസം മിസ്റ്റർ എപ്സ്ലാനി, എൽറിജസ് ഫാം, ഈസ്റ്റ് റെസ്റ്റൺ, നോർഫോക്ക്. ഇനി ഇൻസ്പെക്ടർ, സ്റ്റേഷനിൽ നിന്ന് ഒരു നല്ല അംഗരക്ഷകനെ വരുത്തിക്കൊള്ളൂ. അപകടകാരിയായ ഒരു തടവുകാരനെയാണ് ഇന്ന് താങ്കൾക്ക് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ളത്. വേണമെങ്കിൽ ഈ പയ്യൻ്റെ കയ്യിൽ തന്നെ ഒരു ടെലഗ്രാം കൊടുത്തുവിടാം. ഉച്ചകഴിഞ്ഞ് ലണ്ടനിലേക്ക് ട്രെയിൻ ഉണ്ടെങ്കിൽ വാട്സൺ, നമുക്കതിൽ തന്നെ തിരിച്ചു പോകണം. എൻ്റെ രാസപരീക്ഷണം പൂർത്തിയാക്കണം. ഇവിടുത്തെ പണി ഏതാണ്ട് തീർന്നിട്ടുണ്ട്. കത്തുമായി ഈസ്റ്റ് റെസ്റ്റണിലേക്ക് പയ്യൻ പുറപ്പെട്ടതോടെ ഹോംസ് ജോലിക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. മിസ്സിസ് ക്യൂബിറ്റിനെ തിരക്കി ആരെങ്കിലും വന്നാൽ അവരുടെ സ്ഥിതിയെക്കുറിച്ച് യാതൊന്നും പറയരുത്. പകരം ആളിനെ ഡ്രോയിങ് റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി. എല്ലാ കാര്യങ്ങളും തികഞ്ഞ ചാതുര്യത്തോടെ അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡ്രോയിങ് റൂമിലേക്ക് കടന്നു. ഇപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലെന്നും സംഭവഗതികൾ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. രോഗികളെ സന്ദർശിക്കാനായി ഡോക്ടർ സ്ഥലം വിട്ടിരുന്നു. മുറിയിൽ ഹോംസിനെ കൂടാതെ ഇൻസ്പെക്ടറും ഞാനും മാത്രം അവശേഷിച്ചു.
ഇനി 1 മണിക്കൂർ നമുക്കല്പം രസകരവും പ്രയോജനകരവുമായി ചിലവഴിക്കാം. തനിക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ള നൃത്തരൂപങ്ങൾ നിറഞ്ഞ ഗൂഢചിത്രങ്ങൾ മേശപ്പുറത്ത് നിരത്തിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. വാട്സൺ, താങ്കളുടെ സ്വാഭാവികമായ ആകാംക്ഷ ശമിപ്പിക്കാതെ ഇത്ര കാലവും വളരാൻ അനുവദിച്ചതിൽ ആദ്യമേ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇൻസ്പെക്ടർ, താങ്കൾക്ക് ഇത് തൊഴിൽപരമായി പ്രയോജനകരമായ ഒരു പഠനമായിരിക്കും. ബേക്കർ സ്ട്രീറ്റിൽ മിസ്റ്റർ ഹിൽട്ടൺ ക്യൂബിറ്റ് ഞാനുമായി നടത്തിയ സന്ദർശനങ്ങളുടെ വിചിത്രമായ പശ്ചാത്തലം ഇൻസ്പെക്ടർ ആദ്യമേ അറിയേണ്ടിയിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം ആ സംഭവങ്ങൾ ഹ്രസ്വമായി വിശദീകരിച്ചു. ഇതാ നമ്മുടെ മുമ്പിലുള്ള ഈ ചിത്രങ്ങൾ. ഇവ ഇത്ര വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നോടി ആയിരുന്നില്ലെങ്കിൽ ആരും ചിരിച്ചു തള്ളുമായിരുന്നു. ഗൂഢചിത്ര ഭാഷ്യങ്ങളെക്കുറിച്ച് ഏകദേശമായ പരിജ്ഞാനമുള്ളയാളാണ് ഞാൻ. 160ഓളം ഗൂഢാക്ഷരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഞാനൊരു പ്രബന്ധം തന്നെ രചിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ ചിത്രങ്ങളുടെ അർത്ഥം എനിക്ക് പിടികിട്ടിയില്ല. ഈ രീതി കണ്ടുപിടിച്ചവർ വളരെ ബുദ്ധിപൂർവ്വം ഇതൊരു കുട്ടിക്കളിയാണെന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. യാതൊരു സന്ദേശവും ഇത് ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ ഒറ്റനോട്ടത്തിൽ തോന്നുകയുള്ളൂ. ഹോംസ് തുടർന്നു. ഈ ചിത്രങ്ങൾ അക്ഷരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന നിഗമനത്തിലെത്തിയതോടെ ഗൂഢചിത്ര ഭാഷ്യത്തിൻ്റെ തത്വങ്ങൾ ഞാൻ പ്രയോഗിച്ചു നോക്കി. അപ്പോൾ ഉത്തരം എളുപ്പമായി. ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയ സന്ദേശം വളരെ ഹ്രസ്വമായിരുന്നു. അതിലൊരു ചിഹ്നം ഇ ആണെന്നതൊഴിച്ച് മറ്റൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന അക്ഷരമാണ് ഇ. ഒരു ചെറിയ വാചകത്തിൽ പോലും അത് ധാരാളമായി വേണ്ടി വരും. ആദ്യം കിട്ടിയ സന്ദേശത്തിലെ 15 ചിഹ്നങ്ങളിൽ 4 എണ്ണം ഒന്നു തന്നെയായിരുന്നു. അതുകൊണ്ട് അത് ഇ ആണെന്ന് ഞാൻ അനുമാനിച്ചു. ചിലയിടങ്ങളിൽ ഈ രൂപം ഒരു കൊടി പിടിക്കുന്നുണ്ട്. കൊടികൾക്കിടയിലുള്ള ദൈർഘ്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി. അത് വാചകത്തിലെ വാക്കുകൾ തമ്മിൽ മുറിക്കുന്നതിനുള്ള സൂചനയാണ്. ഇതൊരു നിർണയ തത്വമായി സങ്കല്പിച്ചുകൊണ്ട് ഇ എന്ന അക്ഷരത്തിൻ്റെ സൂചനയായി ഈ ചിഹ്നം ഞാൻ തിരഞ്ഞെടുത്തു. ഇനിയാണ് ശരിയായ പ്രശ്നം. ഇ എന്ന അക്ഷരത്തിന് ശേഷം വരാവുന്ന അക്ഷരങ്ങളെക്കുറിച്ച് വ്യക്തമായ നിബന്ധനയൊന്നുമില്ല. അച്ചടിച്ച ഒരു കടലാസ് എടുത്ത് പരിശോധിക്കുക. TAOIN, SHRDL ഇവയാണ് ക്രമത്തിൽ ഇക്ക് ശേഷം ഏറ്റവും അധികം വരാവുന്ന അക്ഷരങ്ങൾ. എന്നാൽ TAOI എന്നീ അക്ഷരങ്ങൾ തൊട്ടുതൊട്ട് നിൽക്കുന്നതിനാൽ ഏതെല്ലാം രീതിയിൽ മാറ്റിയും മറിച്ചും എഴുതി നോക്കിയിട്ടും വ്യക്തമായ അർത്ഥം കണ്ടെത്താനായില്ല. അതുകൊണ്ട് കൂടുതൽ ചിത്രങ്ങൾ വരാൻ ഞാൻ കാത്തിരുന്നു. ഹിൽട്ടൺ ക്യൂബിറ്റ് 2ാം പ്രാവശ്യം വന്നപ്പോൾ തന്ന ചിത്രങ്ങളിൽ 2 ചെറിയ വാചകങ്ങളും ഒരു ചെറിയ വാക്ക് ഞാൻ കണ്ടെത്തി. കൊടിയില്ലാതിരുന്നതിനാലാണ് അത് ഒറ്റ വാക്കാണെന്ന് മനസ്സിലായത്. ഇതായിരുന്നു ആ ചിത്രം. 5 അക്ഷരങ്ങളുള്ള ആ വാക്കിൽ 2ാമത്തെയും 4ാമത്തെയും അക്ഷരം ഇ ആണെന്ന് ഞാൻ കണ്ടു. സീവർ, ലീവർ, നെവർ എന്നിങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഈ വാക്ക്. നേരത്തെയുള്ള ആ അഭ്യർത്ഥനയുടെ മറുപടിയായിരിക്കാം ഈ വാക്ക് എന്ന് സങ്കല്പിച്ചാൽ അവസാനത്തെ വാക്കിനാണ് കൂടുതൽ സാധ്യത. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് സ്ത്രീ എഴുതിയതായിരിക്കാമെന്നും ഞാൻ കരുതി. ഇത് ശരിയെന്ന് സമ്മതിച്ചാൽ ഈ ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് NVR എന്നീ അക്ഷരങ്ങളെയാണെന്ന് കരുതാം. ഇപ്പോഴും പ്രശ്നം അവസാനിച്ചിട്ടില്ല. അപ്പോഴാണ് പൊടുന്നനെ എനിക്കൊരു ചിന്തയുണ്ടായത്. ആ സ്ത്രീയുമായി മുൻപരിചയമുള്ള ആരെങ്കിലും നടത്തുന്ന അഭ്യർത്ഥനയും അതിനുള്ള മറുപടിയുമാണ് അതെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിൽ 2 ഇ കണ്ട 5 അക്ഷരമുള്ള വാക്ക് LC എന്നായിരിക്കണം. ആ വാക്കിൽ അവസാനിക്കുന്ന സന്ദേശം 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ LCയോടുള്ള എന്തോ അപേക്ഷയാണ്. അങ്ങനെ LSI എന്നീ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ഞാൻ കണ്ടെത്തി. എന്നാൽ എന്തായിരിക്കാം ആ അപേക്ഷ? LC എന്ന വാക്കിന് മുമ്പുള്ള വാക്കിൽ 4 അക്ഷരങ്ങളേ ഉള്ളൂ. അത് അവസാനിക്കുന്നത് ഇ എന്ന അക്ഷരത്തിലാണ്. കം എന്നായിരിക്കില്ലേ ആ വാക്ക്? ഇയിൽ അവസാനിക്കുന്ന 4 അക്ഷരമുള്ള എല്ലാ വാക്കുകളും പരിശോധിച്ചിട്ടും വ്യക്തമായ തീരുമാനത്തിലെത്താനായില്ല. അതുകൊണ്ട് ആദ്യത്തെ ചിഹ്നത്തിൽ COM എന്നീ അക്ഷരങ്ങൾ എഴുതി പിടികിട്ടാത്ത ചിഹ്നങ്ങൾക്ക് ഒരു കുത്തു മാത്രം ഇട്ടു. അപ്പോൾ അത് ഇങ്ങനെയായി: .M. ERE. E.SL. NE. ഇതിൽ 3 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു ചിഹ്നം എ ആണെന്ന് ഞാൻ സങ്കല്പിച്ചു. 2ാമത്തെ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം H ആകാനാണല്ലോ സാധ്യത. അപ്പോൾ വാചകം ഇങ്ങനെയായി: AM ഹിയർ, A.E.SLANE. ഇനി പേരിൻ്റെ സാധാരണഗതിയിൽ വരാവുന്ന അക്ഷരങ്ങൾ ചേർത്ത് പൂരിപ്പിച്ചപ്പോൾ ആം ഹിയർ എപ്സ്ലാനി . ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി കഴിഞ്ഞപ്പോൾ 2ാമത്തെ സന്ദേശം വായിക്കുക കൂടുതൽ എളുപ്പമായി. ആം ഹിയർ, A.E.SLANE. ഇനി പേരിൽ സാധാരണഗതിയിൽ വരാവുന്ന അക്ഷരങ്ങൾ ചേർത്ത് പൂരിപ്പിച്ചപ്പോൾ
ആം ഹിയർ എപ്സലാനി. ഇത്രയും അക്ഷരങ്ങൾ പിടികിട്ടി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സന്ദേശം വായിക്കുക കൂടുതൽ എളുപ്പമായി. AELRI.ES. ഇവിടെ വിട്ടുപോയ സ്ഥാനത്ത് TG എന്നീ അക്ഷരങ്ങൾ ചേർക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അറ്റ് എൽറിജിസ് എന്നായി. അതിൻ്റെ അർത്ഥം ഇതെഴുതിയാൽ എൽറിജിസിൽ ഉണ്ടെന്നല്ലേ? ഇൻസ്പെക്ടർ മാർട്ടിനും ഞാനും അത്യന്തം ശ്രദ്ധയോടെ ഹോംസിൻ്റെ വിശദീകരണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി കണ്ടെത്താൻ പോന്നതായിരുന്നു ഈ വിചിന്തനങ്ങൾ. പിന്നെ താങ്കൾ എന്തു ചെയ്തു? ഇൻസ്പെക്ടർ ചോദിച്ചു. എപ്സലാനി ഒരു അമേരിക്കൻ ആണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഏബ് എന്നത് ഒരു അമേരിക്കൻ ചുരുക്കപ്പേരാണ്. 2, അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കത്താണ് എല്ലാ കുഴപ്പങ്ങളുടെയും ആരംഭം കുറിച്ചത്. ക്രിമിനൽ സ്വഭാവമുള്ള എന്തോ രഹസ്യം ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നി. തൻ്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചുള്ള എൽസിയുടെ അവ്യക്തമായ സൂചനയും അത് ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ച രീതിയും എൻ്റെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ന്യൂയോർക്ക് പോലീസ് ബ്യൂറോയിലെ എൻ്റെ സുഹൃത്ത് വിൽസൺ ഹാർഗ്രീവുമായി ഞാൻ ബന്ധപ്പെട്ടു. ലണ്ടനിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അറിവ് പലപ്പോഴും വിൽസൺ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എപ്സലാനി എന്ന പേര് കേട്ടിട്ടുണ്ടോ എന്നായിരുന്നു എൻ്റെ കേബിൾ. അതിനുള്ള മറുപടി ഷിക്കാഗോയിലെ കുപ്രസിദ്ധരായ കുറ്റവാളികളിൽ ഒരാൾ എന്നായിരുന്നു. വിൽസൻ്റെ മറുപടി കിട്ടിയ അന്ന് തന്നെ വൈകിട്ട് സ്ലാനിയുടെ ഏറ്റവും പുതിയ സന്ദേശം ക്യൂബിറ്റ് എനിക്ക് അയച്ചു തന്നു. അറിഞ്ഞിടത്തോളം അക്ഷരങ്ങൾ വെച്ച് വായിച്ചപ്പോൾ അതിങ്ങനെയായിരുന്നു: LC.RE.R2 മീറ്റ് തൈഗോ. വിട്ടുപോയെടുത്ത് Pയും Dയും ചേർത്ത് വായിച്ചപ്പോൾ സന്ദേശം വ്യക്തമായി. ദൈവത്തെ കാണാൻ ഒരുങ്ങിക്കൊള്ളാനാണ് എൽസിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രേരണയിൽ നിന്ന് അയാൾ ഭീഷണിയിലേക്ക് കടന്നിരിക്കുന്നു. ഷിക്കാഗോയിലെ റൗഡികളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അയാൾ വാക്കുകൾ ഉടനെ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചേക്കുമെന്ന് എനിക്ക് തോന്നി. അത് തടയുന്നതിന് വേണ്ടിയാണ് ഞാനും എൻ്റെ സുഹൃത്ത് ഡോക്ടർ വാട്സണും ഉടനെ നോർഫോക്കിലേക്ക് പുറപ്പെട്ടത്. പക്ഷെ അപ്പോഴേക്കും സംഭവിക്കേണ്ടതെന്തോ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഈ കേസന്വേഷണത്തിൽ താങ്കളുമായി സഹകരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇൻസ്പെക്ടർ ഹൃദ്യമായി നന്ദി പറഞ്ഞു. ഒരു കാര്യം തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. താങ്കൾക്ക് താങ്കളോട് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ മേലധികാരികളോട് സമാധാനം ബോധിപ്പിക്കണ്ടേ? ഈ പറഞ്ഞ എപ്സലാനി തന്നെയാണ് കൊലപാതകിയെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടാൽ ഞാൻ ശരിക്കും കുഴപ്പത്തിലാവും. താങ്കൾ ഒട്ടും അസ്വസ്ഥനാകേണ്ട. അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. അതെങ്ങനെ അറിയാം? അതിനയാൾ ശ്രമിച്ചാൽ അത് കുറ്റസമ്മതിക്കലാവില്ലേ? എന്നാൽ നമുക്ക് അയാളെ പിടിക്കാൻ പുറപ്പെടാം. വേണ്ട, ഏത് നിമിഷവും അയാൾ ഇവിടെ എത്തും. എന്തിനു വേണ്ടി അയാൾ ഇവിടെ വരണം? അയാൾ വരണമെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതുമാത്രം വിശ്വസിക്കാനാവുന്നില്ല മിസ്റ്റർ ഹോംസ്. താങ്കൾ ആവശ്യപ്പെട്ടതുകൊണ്ട് അയാൾ എന്തിനു വരണം? അത്തരം ഒരാവശ്യം അയാളിൽ സംശയങ്ങൾ ഉണ്ടാക്കില്ലേ? അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? കത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എനിക്കറിയാം, ഹോംസ് പറഞ്ഞു. ഇതാ, ഞാൻ കരുതുന്നത് തെറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ തിരക്കുന്ന മാന്യൻ എത്തിക്കഴിഞ്ഞു. ഉദ്യാനത്തിന് നടുവിലുള്ള പാതയിൽ മുൻവശത്തെ വാതിൽ ലക്ഷ്യമാക്കി ഒരാൾ നടന്നു വരികയായിരുന്നു. ഇരുണ്ട നിറത്തിൽ നന്നേ ഉയരമുള്ള കാഴ്ചയ്ക്ക് സുമുഖനായ ഒരാൾ. ചാരനിറത്തിലുള്ള സ്യൂട്ടും പനാമ തൊപ്പിയും ധരിച്ചിരിക്കുന്നു. എഴുന്നു നിൽക്കുന്ന കറുത്ത മീശയും ഉയർന്നു വളഞ്ഞ മൂക്കും ചൂരലും ചുഴറ്റിയുള്ള ആ വരവ് വളരെ ഗൗരവപൂർണമായിരുന്നു. ആ സ്ഥലം മുഴുവൻ അയാളുടെ സ്വന്തം എന്ന രീതിയിലായിരുന്നു നടപ്പ്. അടുത്ത നിമിഷം മുൻവശത്തെ മണി ശബ്ദിച്ചു. എല്ലാവരും വാതിലിന് പിന്നിലേക്ക് മാറി നിൽക്കുന്നത് നന്നായിരിക്കും, ഹോംസ് പറഞ്ഞു. അയാളെ നേരിടുമ്പോൾ അത്യന്ത ശ്രദ്ധ വേണം. ഇൻസ്പെക്ടർ, വിലങ്ങ് കരുതിക്കൊള്ളുക. സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു നിമിഷം, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നിമിഷം തന്നെയായിരുന്നു അത്. വാതിൽ തുറന്ന് അയാൾ അകത്തേക്ക് പ്രവേശിച്ചു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഹോംസിൻ്റെ കൈത്തോക്ക് അയാളുടെ തലയ്ക്ക് നേരെ നീണ്ടു. ആ സമയം തന്നെ ഇൻസ്പെക്ടർ അയാളുടെ കൈകളിൽ വിലങ്ങിടുകയും ചെയ്തു. താൻ കീഴടക്കപ്പെടുന്നു എന്ന് അയാൾ അറിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അത്ര വേഗതയിലാണ് കാര്യങ്ങൾ നടന്നത്. അയാളുടെ തീക്ഷ്ണമായ കറുത്ത കണ്ണുകൾ ഞങ്ങളെ ഓരോരുത്തരെയും മാറി മാറി ഒഴിഞ്ഞു. പിന്നെ അയാൾ കൈപ്പോടെ ചിരിച്ചു. ശരി മാന്യരെ, നിങ്ങൾക്കെന്നെ ഇപ്പോൾ കിട്ടി. അല്പം കട്ടിയുള്ളിടത്ത് തട്ടിയതുപോലെയുണ്ട്. പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് മിസ്സിസ് ഹിൽട്ടൺ ക്യൂബിറ്റ് ആവശ്യപ്പെട്ട അനുസരിച്ചാണ്. അവർ കൂടി ഉൾപ്പെട്ട ഒരു പരിപാടിയാണിത് എന്ന് മാത്രം എന്നോട് പറയരുത്. ഈ കെണിയൊരുക്കാൻ അവൾ സഹായിച്ചു എന്ന് മാത്രം എന്നോട് പറയരുത്. മിസ്സിസ് ഹിൽട്ടൺ ക്യൂബിറ്റ് ഗുരുതരമായ മുറിവേറ്റ് മരണത്തിൻ്റെ വക്കിലാണ്. അത് കേട്ടയുടനെ ആ വീട് കുലുങ്ങിപ്പോകുമാർ ഉച്ചത്തിൽ അയാൾ അലറി വിളിച്ചു. അയാളുടെ മുഖമാകെ രൂക്ഷഭാവമാർന്നു. മുറിവേറ്റത് അവനാണ്, അല്ലാതെ അവൾക്കല്ല. പാവം എൽസിയെ ആര് ഉപദ്രവിക്കും? ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. എങ്കിലും ഈശ്വര, അറിഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ മുടിനാരിൽ പോലും ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ല. അയാൾ കോപം കൊണ്ട് വീണ്ടും അലറി.
നിങ്ങൾ പറഞ്ഞത് തിരിച്ചെടുക്കുന്നോ? അവൾക്കൊരിക്കലും മുറിവേറ്റിട്ടില്ല. മരണപ്പെട്ട ഭർത്താവിനരികെ മുറിവേറ്റ് അവശയായി കിടക്കുകയായിരുന്നു അവൾ. അത് കേട്ടതോടെ അയാൾ സെറ്റിയിൽ തളർന്നിരുന്നുപോയി. വിലങ്ങണിഞ്ഞ കൈകളിൽ മുഖമമർത്തി ദുഃഖപരവശനായി ഏതാനും നിമിഷങ്ങൾ അയാൾ അതേ ഇരിപ്പിരുന്നു. അവസാനം നിരാശയും ദുഃഖവും സ്ഫുരിക്കുന്ന തണുപ്പൻ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, സത്യം തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ നേരെ വെടിവെച്ചയാളെ ഞാനും വെടിവെച്ചു. അത് കൊലപാതകമല്ല. പക്ഷേ അവളെ ഞാൻ ഉപദ്രവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയും അറിയില്ല, അവളെയും അറിയില്ല. നിങ്ങൾ വിശ്വസിക്കില്ല. ലോകത്തിൽ ഒരാളും ഞാൻ സ്നേഹിച്ചിരുന്ന അത്ര അധികമായി അവളെ സ്നേഹിച്ചിട്ടില്ല. അവൾ എനിക്ക് അവകാശപ്പെട്ടവളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ എനിക്കായി പറഞ്ഞു വെക്കപ്പെട്ടതാണ് അവൾ. ഞങ്ങൾക്കിടയിൽ വരാൻ ഈ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഞാൻ വീണ്ടും പറയുന്നു, അവൾ എനിക്ക് അവകാശപ്പെട്ടതാണ്. എനിക്ക് സ്വന്തമായത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങളുടെ തനിനിറം മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീ നിങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു. അയാൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഹോംസ് സംസാരിച്ചു. അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തി. മാന്യനും ആദരണീയനുമായ ഒരു ചെറുപ്പക്കാരനെ അവൾ വിവാഹം കഴിച്ചു. എന്നാൽ നിങ്ങളോ? ദുരന്തത്തിൻ്റെ അവതാരം പോലെ അവളെ പിന്തുടർന്നു. സ്നേഹധനനായ ഭർത്താവിനെ വിട്ട് ദുർവൃത്തനായ നിങ്ങളോടൊപ്പം വരാൻ അവളെ നിങ്ങൾ നിർബന്ധിച്ചു. മാന്യനായ ഒരു മനുഷ്യനെ മരണത്തിനും അയാളുടെ ഭാര്യയെ ആത്മഹത്യയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. മിസ്റ്റർ എപ്സ്ലാനി, നിങ്ങൾ നിയമത്തിനു മുമ്പിൽ ഇതിന് സമാധാനം പറയേണ്ടി വരും. എൽസി മരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ, ആ അമേരിക്കൻ പറഞ്ഞു. പക്ഷേ എൽസിക്ക് വെടിയേറ്റു എന്ന് നിങ്ങൾ പറയുന്നത് മാത്രം എനിക്ക് വിശ്വസിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ അയാൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന കടലാസ് നിവർത്തിക്കാട്ടി ചോദിച്ചു, ഈ കുറിപ്പ് ആരാണ് എഴുതിയത്? അവളല്ലാതെ. സംശയം ബാക്കി നിൽക്കുന്ന കണ്ണുകളോടെ കുറിപ്പ് അയാൾ മേശപ്പുറത്തേക്കിട്ടു. എന്തിനു സംശയിക്കുന്നു? നിങ്ങളെ ഇവിടെ വരുത്താൻ വേണ്ടി ഞാൻ തന്നെയാണ് ആ കുറിപ്പ് എഴുതിവിട്ടത്. നിങ്ങളത് എഴുതിയെന്നോ? പച്ചക്കള്ളം. സംഘത്തിൽപ്പെട്ടവർക്കല്ലാതെ ഈ ഭൂമുഖത്ത് ഒരാൾക്കും ആ നടന ചിത്രങ്ങളുടെ ഗൂഢാർത്ഥം അറിയില്ല. പിന്നെ നിങ്ങളെങ്ങനെ എഴുതി? ഒരാളുടെ കണ്ടുപിടുത്തം മറ്റൊരാൾക്ക് കണ്ടെത്താൻ വിഷമമില്ല, ഹോംസ് പറഞ്ഞു. നോർവിച്ചിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വണ്ടി വരുന്നുണ്ട്. അതിനു മുമ്പായി നിങ്ങൾ ചെയ്ത പാതകത്തിന് അല്പമെങ്കിലും പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട്. എൽസി അവളുടെ ഭർത്താവിനെ കൊലപ്പെടുത്തി എന്നാണ് പോലീസ് സംശയിക്കുന്നത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന ചില തെളിവുകളാണ് അവളെ ആ ആരോപണത്തിൽ നിന്ന് രക്ഷിക്കാൻ അല്പമെങ്കിലും സഹായകമായത്. വാസ്തവത്തിൽ എൽസിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഹിൽട്ടൺ ക്യൂബിറ്റിൻ്റെ മരണത്തിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ എൽസിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് ലോകത്തെ അറിയിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. സത്യം വെളിപ്പെടുത്തുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, സ്ലാനി പറഞ്ഞു. നിങ്ങളുടെ മൊഴി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടും എന്ന് മുന്നറിയിപ്പ് നൽകേണ്ടത് എൻ്റെ ചുമതലയാണ്. ബ്രിട്ടീഷ് ക്രിമിനൽ നിയമത്തിൽ മഹനീയത വെളിപ്പെടുത്തിക്കൊണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞു. സ്ലാനി ചുമലുകൾ കുലുക്കി. പിന്നെ വിശദീകരിച്ചു. എൽസിയുടെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ അവളെ അറിയും. ചിക്കാഗോയിൽ ഞങ്ങൾ 7 പേർ ചേർന്ന ഒരു സംഘമായിരുന്നു. എൽസിയുടെ പിതാവായിരുന്നു സംഘത്തിൻ്റെ തലവൻ, പാട്രിക്. ശരിക്കും ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. രേഖാചിത്രങ്ങളിലൂടെയുള്ള ഈ ഭാഷയ്ക്ക് രൂപം നൽകിയത് അദ്ദേഹമാണ്. ഇതിൻ്റെ സൂത്രം അറിയാത്തവർക്ക് ഇത് എന്തോ കുട്ടിക്കളിയായി മാത്രം തോന്നും. ഞങ്ങളുടെ പണികളൊക്കെ എൽസിക്കും അറിയാമായിരുന്നു. എന്നാൽ അവൾക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അവൾ ലണ്ടനിലേക്ക് കടന്നു. ഞങ്ങൾ തമ്മിൽ വിവാഹനിശ്ചയം വരെ കഴിഞ്ഞിരുന്നതാണ്. ഗൂഢസംഘം വിട്ട് മറ്റേതെങ്കിലും മാന്യമായ തൊഴിൽ ഞാൻ കണ്ടെത്തിയിരുന്നെങ്കിൽ ആ വിവാഹം നടക്കുമായിരുന്നു. വളരെ വൈകിയാണ് അവൾ എവിടെയാണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും അവളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഞാൻ അവൾക്കൊരു കത്തയച്ചു. മറുപടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. കത്തുകൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ അവൾ കാണത്തക്ക വിധം ഞാൻ എൻ്റെ സന്ദേശം വരച്ചിട്ടു. ഏതാണ്ട് 1 മാസമായി ഞാനിവിടെ എത്തിയിട്ട്. ആ കൃഷിക്കാരൻ്റെ സ്ഥലത്ത് ഞാൻ മുറിയെടുത്തു. രാത്രിയിൽ ആരും അറിയാതെ പുറത്തു പോകാനും വരാനും സൗകര്യമായിരുന്നു. എൽസിയെ വശത്താക്കാനാവുന്നതും ശ്രമിച്ചു. എൻ്റെ സന്ദേശങ്ങൾ അവൾ വായിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. ഒരിക്കൽ ഒന്നിൻ്റെ അടിയിൽ അവൾ മറുപടി വരച്ചിട്ടിരുന്നു. അതോടെ എൻ്റെ സമനില തെറ്റി. പിന്നെ ഭീഷണിയെ മാർഗമുള്ളൂ എന്ന് ബോധ്യമായി. ഒരു നാൾ അവൾ എനിക്കൊരു കത്തെഴുതി. ഞാൻ അവിടം വിട്ടു പോകണമെന്നും ഭർത്താവിന് ഏതെങ്കിലും വിധത്തിൽ അപകീർത്തി ഉണ്ടാകുന്നത് ഹൃദയഭേദകമാണെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. തന്നെയുമല്ല, രാത്രി ഏകദേശം 3 മണിയാകുമ്പോൾ ഭർത്താവ് ഉറക്കമാകുന്ന തക്കം നോക്കി അവൾ ജനലരികിൽ വരാമെന്നും എന്നെ കാണാമെന്നും അതിനുശേഷം ഞാൻ അവളെ സമാധാനത്തിൽ കഴിയാൻ വിടണമെന്നും കത്തിൽ പറഞ്ഞിരുന്നു. പറഞ്ഞതനുസരിച്ച് അവൾ വരിക തന്നെ ചെയ്തു. എന്നാൽ എനിക്ക് കുറേ പണം തന്ന് വശപ്പെടുത്തി പറഞ്ഞയക്കാനാണ് അവൾ ശ്രമിച്ചത്. ഞാൻ ആകെ ക്ഷോഭിച്ച് അവശനായി. അവളുടെ കയ്യിൽ കടന്നു പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചു. ആ ശബ്ദം കേട്ട് അവളുടെ ഭർത്താവ് ഉണരുകയും റിവോൾവറും എടുത്ത് ഓടി വരികയും ചെയ്തു. എൽസി നിലത്തേക്ക് വീണു. അപ്പോൾ ഞങ്ങൾ മുഖാമുഖമായി. അയാളെ ഒന്ന് വിരട്ടി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാനും തോക്കെടുത്തു. അപ്പോഴേക്കും അയാൾ വെടിപൊട്ടിച്ചു. അത് ഉന്നം തെറ്റി. അതേ നിമിഷം തന്നെ ഞാനും കാഞ്ചി വലിച്ചു. അയാൾ താഴെ വീണു. പിന്നെ പൂന്തോട്ടത്തിലൂടെ ഞാൻ ഓടി രക്ഷപ്പെട്ടു.
അതിനിടയ്ക്ക് ആ ജനൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അതിനുശേഷം പിന്നെ എന്താണ് ഉണ്ടായതെന്ന് സത്യമായും എനിക്കറിയില്ല. ഈ കുറിപ്പ് കിട്ടിയതനുസരിച്ച് ഒരു വിജയിയെപ്പോലെ ഇവിടെ വന്ന് ഞാൻ നിങ്ങളുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു. പുറത്ത് പോലീസ് വണ്ടി വന്നു നിന്നു. യൂണിഫോം ധരിച്ച 2 പോലീസുകാർ അതിലുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ എഴുന്നേറ്റ് തടവുകാരൻ്റെ തോളിൽ തട്ടി. നമുക്ക് യാത്രയാകാൻ സമയമായി. ഞാൻ എൽസിയെ ഒരു നോക്ക് കണ്ടോട്ടെ? പാടില്ല, അവൾക്ക് ഇനിയും ബോധം വീണിട്ടില്ല. പിന്നെ ഷെർലക് ഹോംസിനോടായി ഇൻസ്പെക്ടർ പറഞ്ഞു, ഇനിയും സുപ്രധാനമായൊരു കേസ് വരുമ്പോൾ താങ്കൾ എന്നോടൊപ്പം ഉണ്ടാകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വണ്ടി അകന്ന് നീങ്ങുന്നത് ഞങ്ങൾ ജനലിലൂടെ നോക്കി നിന്നു. തിരിഞ്ഞപ്പോൾ തടവുകാരൻ മേശപ്പുറത്തേക്കിട്ട കടലാസിലാണ് എൻ്റെ കണ്ണ് കുരുങ്ങിപ്പോയത്. അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹോംസ് കൊടുത്തയച്ച കുറിപ്പായിരുന്നു അത്. വാട്സൺ, ഇത് വായിക്കാൻ കഴിയുമോ എന്ന് നോക്കൂ, ഒരു ചെറു ചിരിയോടെ ഹോംസ് പറഞ്ഞു. അതിൽ വാക്കുകളില്ലായിരുന്നു, പകരം നൃത്തം ചെയ്യുന്ന ചെറിയ രൂപങ്ങൾ മാത്രം. ഞാൻ നേരത്തെ വിശദീകരിച്ച കോഡ് ഉപയോഗിച്ച് വായിച്ചാൽ ഇത് ഇത്രയേ ഉള്ളൂ: കം ഹിയർ അറ്റ് വൺസ്. എത്രയും വേഗം ഇവിടെ എത്തിച്ചേരുക. അയാൾക്ക് ഒരിക്കലും നിരാകരിക്കാൻ കഴിയാത്ത ഒരു ക്ഷണമല്ലേ അത്? എൽസി അല്ലാതെ മറ്റാരെങ്കിലും അത് എഴുതും എന്ന് അയാൾക്ക് ചിന്തയില്ലല്ലോ. അങ്ങനെ തിന്മയുടെ പ്രതിനിധികളായിരുന്ന നടനരൂപങ്ങളെ നാം അവസാനം ഒരു നല്ല കാര്യത്തിന് ഉപയോഗിച്ചു. താങ്കളുടെ നോട്ട് പുസ്തകത്തിലേക്ക് അസാധാരണമായൊരു കഥ തരാമെന്ന വാക്ക് ഞാൻ പാലിച്ചു. ഇനി 3:40 നമ്മുടെ വണ്ടി. ഡിന്നറിന് മുമ്പ് നമുക്ക് ബേക്കർ സ്ട്രീറ്റിലെത്തണം. അനുബന്ധമായി ഇത്രയും കൂടി: നോർവിച്ചിലെ കോടതി എപ്സ്ലാനിയെ വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും പിന്നീട് അത് ജീവപര്യന്തം തടവായി ഇളവ് ചെയ്തു. ആദ്യം നിറയൊഴിച്ചത് ഹിൽട്ടൺ ക്യൂബിറ്റ് ആയിരുന്നു എന്ന വസ്തുത സ്ലാനിക്ക് അനുകൂലമായി തീർന്നു. ആരോഗ്യം വീണ്ടെടുത്ത മിസ്സിസ് ക്യൂബിറ്റ് ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ മേൽനോട്ടവും അതേസമയം അഗതികളുടെ സംരക്ഷണ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് വിധവയായി തന്നെ തുടരുന്നു.